ചുറ്റും അങ്ങേയറ്റം വികാരനിർഭരമായ രംഗങ്ങൾ തന്നെയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. ആശാ ലോറൻസ് ആണ്, അവരാണ് ഇവിടെ മൃതദേഹ പേടകത്തിന് അടുത്ത് നിന്നുകൊണ്ട് അവർ ഇടയ്ക്ക് ഇവിടെ മൃതദേഹ പേടകത്തിനോട് ചേർന്ന് നിൽക്കുന്നത് അവരാണ്. ചുറ്റും മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രവർത്തകരുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആശാ ലോറൻസ് ആണ് ഇപ്പോൾ മൃതദേഹ പേടകത്തിനോട് അതിലേക്ക് ചേർന്ന് നിൽക്കുന്നത്. ആശാ ലോറൻസ് ആണ്. ചുറ്റും മറ്റ് നിരവധിയായ പ്രവർത്തകർ, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ചുറ്റും മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇതിന് ചുറ്റും നിൽക്കുന്നു. അങ്ങേയറ്റം വികാരഭരിതവും നാടകീയവുമായ ഒരു രംഗങ്ങളാണ് ഇവിടെയുള്ളത് എന്ന് പറയേണ്ടി വരുന്നു. കാരണം ആശാ ലോറൻസ് വളരെ പെട്ടെന്നാണ് ഇവിടേക്ക് കടന്നു വരികയും ഈ മൃതദേഹം ഇപ്പോൾ നേരത്തെ തീരുമാനിച്ച പ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലേക്കും എല്ലാം തന്നെ നടക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഇപ്പോൾ ആശാ ലോറൻസ് കടന്നു വരികയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അവർ ഇതിൽ മൃതദേഹ പേടകത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ വിലപിക്കുകയാണ്. അതിനിപ്പുറം വൈകാരികമായി എം ലോറൻസിന് യാത്രയയപ്പ് നൽകുകയാണ് പ്രവർത്തകർ. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്യുന്നു. ഇപ്പോഴുള്ള ഒരു തീരുമാനം നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ ഇവിടേക്ക് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ്. മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് സൂക്ഷിക്കുക. ഇതിൽ കോടതിയുടെ ഇപ്പോൾ ആശാ ലോറൻസിന്റെ അടക്കം ഹർജി ആശാ ലോറൻസിന്റെ ഹർജി പരിഗണനയുണ്ട്. അത് തീരുമാനിച്ചതിന് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ ക്രമപ്പെടുത്തുക.